100 ദിവസം തുടർച്ചയായി 21 കിലോമീറ്റർ ഓടി ലോക റെക്കോർഡ് സ്വന്തമാക്കാനുള്ള പരിശ്രമവുമായി കണ്ണൂരിലെ ഒരു റിട്ടയേർഡ് എസ്ഐ. മുഴപ്പിലങ്ങാട് സ്വദേശി മരിയ ജോസ് ആണ്. ഹൃദയാരോഗ്യത്തിൽ വ്യായാമത്തിന്റെ പ്രാധാന്യം സമൂഹത്തെ ബോധ്യപ്പെടുത്തുക കൂടി ലക്ഷ്യമിട്ട് ഈ ഉദ്യമത്തിന് ഒന്നു മാത്രം. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു മാർഗമാണ് വ്യായാമം ചെയ്യുക എന്നത്. നമ്മുടെ നല്ല ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വ്യായാമം ചെയ്യുക എന്ന കാര്യം. വ്യായാമം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് എക്സസൈസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. പക്ഷേ നമുക്ക് പല ലളിതമായ രീതികളിലൂടെ തന്നെ ഹൃദയത്തിന് വേണ്ട രീതിയിൽ നല്ല രീതിയിലുള്ള വ്യായാമം ചെയ്യാൻ പറ്റും. ഹൃദയത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലളിതമായ വ്യായാമ രീതികളാണ് നടത്തം, ഓട്ടം, നീന്തുക, സൈക്ലിംഗ് ചെയ്യുക. ഇങ്ങനെയുള്ള ലളിതമായ മാർഗങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സൂക്ഷിക്കാൻ പറ്റും. ജീവിതമാകുന്ന ലഹരിയോട് വ്യായാമം വിവിധ പോലീസ് മേളകളിലായി 25 സ്വർണ്ണ മെഡലുകളാണ് മരിയ ജോസ് നേടിയത്. ഒരേ ഇനത്തിൽ ഇത്രയും മെഡൽ സംസ്ഥാന പോലീസ് മേളയുടെ ചരിത്രത്തിൽ ആദ്യം. 5 കിലോമീറ്റർ ഓട്ടം, 10 കിലോമീറ്റർ നടത്തം, 3 കിലോമീറ്റർ സ്റ്റിപ്പിൾ ചേസ് എന്നീ 4 ഇനങ്ങളിൽ സ്വർണം നേടി 2006 സംസ്ഥാന പോലീസ് ചാമ്പ്യൻഷിപ്പിലെ വ്യക്തിഗത ചാമ്പ്യൻ പട്ടവും മരിയ ജോസിനെ തേടിയെത്തിയിരുന്നു. കണ്ണൂർ പോലീസിന്റെ അസിസ്റ്റന്റ് സ്പോർട്സ് ഓഫീസറായി SP ആയിരുന്ന ശിവവിക്രം മരിയ ജോസിനെ നിയമിച്ചു. SP R ഇളങ്കോയും കമ്മീഷണറായിരുന്ന അജിത് കുമാറും മരിയ ജോസിന്റെ കായിക മികവിന് വേണ്ട പിന്തുണയും നൽകി. 2024 മെയ്യിൽ മരിയ ജോസ് കേരള പോലീസിന്റെ പടിയിറങ്ങി. ഒരു ചരിത്രം കുറിച്ചായിരുന്നു ആ പടിയിറക്കവും. ആധുനിക ഒളിമ്പിക്സിന്റെ 128ാം വാർഷികത്തിൽ 120ദൗത്യം റിട്ടയർ ആയതിനു ശേഷം എന്ത് ചെയ്യണമെന്ന് ഞാനും കോച്ചസും കൂടെ ഇരുന്ന് ആലോചിച്ച സമയത്ത് അങ്ങനെ തീരുമാനിച്ചതാണ് ഹാഫ് മാരത്തോൺ 21.1 കിലോമീറ്റേഴ്സ് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഒരു 100 ഡേയ്സ് ഓടിയാൽ എങ്ങനെയിരിക്കും. അപ്പോൾ ഞങ്ങൾ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിനെ കോൺടാക്ട് ചെയ്തു. അവർ പറഞ്ഞു എബോവ് 50 ഓർ എബോവ് 55 ഏജിൽ അങ്ങനെ ആരും ഇന്ത്യയിൽ ചെയ്തിട്ടില്ല. പക്ഷേ അതിനേക്കാളും കൂടുതൽ ചെയ്ത ആളുകൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കോച്ചായി ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണ് ഒരു സന്തോഷ് എന്ന് പറഞ്ഞാണ് എൻ്റെ സന്തോഷ് മാനാട്ട്, അദ്ദേഹമാണ് എൻ്റെ കോച്ച്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഫിസിയോതെറാപ്പിസ്റ്റ് അത് വിശ്വനാഥ് സാറ് ആസ്ട്രമെംസിലുള്ള അദ്ദേഹത്തോടും ചോദിച്ച സമയത്ത് പരിപൂർണ്ണ സപ്പോർട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായ സമയത്ത് ഞാനത് തുടങ്ങി. അപ്പം ആരോഗ്യം അനുവദിക്കുന്ന പക്ഷം
അത് എനിക്ക് 100 പൂർത്തിയാക്കണമെന്നതാണ് ആഗ്രഹം. കാരണം അതിനുശേഷം അതെന്ത് എന്നുള്ള ഭാവിയിലേക്ക് നോക്കും. ലഹരി ഉപയോഗിക്കുന്നത് ശരീരത്തിന് തൽക്കാലം ഒരു നല്ലതായി തോന്നുമായിരിക്കാം, പക്ഷേ ശരിക്കും അങ്ങനെയുള്ള ആളുകൾക്കൊന്നും 8 വർഷം എന്നതാണ് ഡോക്ടേഴ്സ് തന്നെ പറയുന്നത്. അതിനപ്പുറം ജീവിതമില്ല. ആ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ അവർ പലതും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി ഇതൊരു ലഹരിയല്ലേ സർ? ഇത് നല്ലൊരു ലഹരിയല്ലേ? ഈ രാവിലെ എഴുന്നേറ്റ് മഴ കൊള്ളുന്നതൊരു ലഹരി, ആളുകളുടെ കൂടെ ഓടുന്നതൊരു ലഹരി, നമ്മുടെ ഹാർട്ട് ബീറ്റ് അതിൻ്റെ ഒരു താളം അതും ഒരു ലഹരിയാണ്. ലഹരി മറ്റു വഴികളിൽ എന്തെല്ലാം കണ്ടെത്താനുണ്ട് നമുക്ക്. ഇത്തരമൊരു ആശയം രൂപം കൊണ്ടപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രി ശൃംഖലകളിൽ ഒന്നായ ആസ്റ്റർ മിംസ് മരിയ ജോസിന് എല്ലാ സഹായവുമായി മുന്നോട്ടു വന്നു. അപ്പോൾ 100 ദിവസം പൂർത്തിയാക്കുന്നതിന് ഒരു ഗ്രാൻഡ് സക്സസ് ആയിരിക്കും. ഇതിനിടയിൽ ട്വൈസ് ഇൻ എ വീക്ക് ഞാൻ ആസ്റ്റർ മിംസ് പോയിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. അത് അവർ പരിപൂർണമായി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഡോക്ടേഴ്സിൻ്റെ ഹെൽപ്പ് എനിക്ക് അവിടുന്ന് കിട്ടാറുണ്ട്. ആസ്റ്റർ മിംസ് ഫിസിയോതെറാപ്പി വിഭാഗം മേധാവി CM വിശ്വനാഥനാണ് മരിയ ജോസിന് വേണ്ട സഹായവുമായി ഒപ്പമുള്ളത്. ഇത്രയും ഹൈലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് വ്യായാമം ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇദ്ദേഹം ചെറുപ്പം തൊട്ട് 20-30 കിലോമീറ്റർ വരെ ഓടി, രാവിലെ എഴുന്നേറ്റുന്ന എപ്പോഴാണോ അപ്പം തൊട്ട് ഓടി, അത്രയും പരിശീലനം ലഭിച്ച ശേഷമാണ് ഇങ്ങനെയൊരു ഹാഫ് മാരത്തോൺ 100 days എന്നുള്ള ചലഞ്ച് ഏറ്റെടുത്തിട്ടുള്ളത്. ഇദ്ദേഹത്തിനെ പോലെയുള്ള വ്യക്തികൾക്ക് നമുക്ക് ചെയ്യുന്നത്, ഫിസിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത് പെർഫോമൻസ് എൻഹാൻസ്മെൻറ്റ് ട്രെയിനിങ് ആണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആൾക്കാർ നടക്കാൻ പോകുമ്പോൾ 2ാമത്തെ ദിവസം വീട്ടിലിരിക്കും, പെയിനും ബുദ്ധിമുട്ടും കാരണം. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നാൽ നമുക്കതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ എങ്ങനെ വരാതിരിക്കാം, അതാണ് നമ്മൾ ഫിസിയോതെറാപ്പിയിലൂടെ ഇദ്ദേഹത്തിലൂടെ നമ്മൾ പറഞ്ഞു തരുന്ന കാര്യം. ദീർഘദൂര ഓട്ടത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കാലിൻ്റെ മസിലുകളാണ്. ഇനഫ് പവർ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇഞ്ചുറി ആവും. ഇദ്ദേഹത്തിനെ പോലെയുള്ള ഒരാൾക്ക് ഇഞ്ചുറി വന്നാൽ അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് ബാക്ക് ടു ട്രാക്ക് അല്ലെങ്കിൽ ബാക്ക് ടു അദ്ദേഹത്തിൻ്റെ ഓട്ടം പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മസിൽസിനെയും നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഇനഫ് പവർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഹാഫ് മാരത്തോൺ 100 ദിവസം കണ്ണൂർ വിഷൻ.